ലോക പരിസ്ഥിതി ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു. പരിസ്ഥിതി രംഗത്തെ പ്രമുഖരും വിവിധ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്ത് അനുദിനം ഉയർന്നുവരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണെന്നും ഇതിൽ ഉത്കണ്ഠയുള്ളവരായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഭീഷണികളെ ചെറുത്തു നിൽക്കാൻ കരുത്ത് ലഭിക്കുകയുള്ളൂവെന്നും പ്രശസ്ത കവി CM വിനയചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിരിയുന്ന ഒരു പൂവിനെ കാണാൻ നേരമില്ലാതെ, നിങ്ങളുടെ വീട്ടുപറമ്പിലേക്ക് വന്ന് നിങ്ങളെ പൊതിയോടെ വിളിക്കുന്ന ഒരു കിളിനാദം കേൾക്കാൻ കഴിയാതെ, നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന സൂര്യോദയത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ, പിന്നെ എന്ത് ജീവിതമാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതു താളം, ഏതു ഭാവം, ഏതനാദിമ രാഗലയഭരനാദമുണരുന്നു നിന്നിൽ, ഏതനുഗ്രഹ വർഷമെന്നിൽ നീ പൊഴിക്കുന്നു. എത്രയും ചുടുലാവമുണ്ടിട്ടിത്രയും തണുവാർന്ന് മണ്ണിൽ ഉർവരാനുഭവങ്ങളേകും മരത്തെയ്യമേ. എത്രയും ചുടുലാവമുണ്ടിട്ടിത്രയും തണുവാർന്ന് മണ്ണിൽ ഉർവരാനുഭവങ്ങളേകും മരത്തെയ്യമേ. ഈ തീത്തടത്തിൽ നിൻ നിത്യഹരിതമുടിക്കുടത്തണൽ രക്ഷയാകുന്നു, ഞങ്ങൾ ആശ്വസിക്കുന്നു. കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. PVK പനയാൽ, P. ദിലീപ് കുമാർ, K. ദാസപ്പ ഷെട്ടി, ഇട്ടക്കാട് കരുണാകരൻ, OM ബാലകൃഷ്ണൻ, D. കമലാക്ഷ, M. പത്മാക്ഷൻ എന്നിവർ സംസാരിച്ചു. ചമ്രവട്ടക്കാരനെന്ന് പറയുന്നത് നാണക്കേടായിരുന്നു. പക്ഷേ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവിടുത്തെ മലയാള മാഷ് പറഞ്ഞു, നമ്മുടെ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് ചമ്രവട്ടം. ഇത് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണൻ എന്തെന്നില്ലാത്ത അഭിമാനമുണ്ടായി. എന്തായിരുന്നു ചമ്രവട്ടത്തിൻ്റെ പ്രത്യേകത? അത് ആ പ്രത്യേകതകൾ മാഷിൽ വിവരിക്കുകയാണ്. പണ്ട് ഇവിടെ ശബരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 64 കലകളിലും പ്രാവീണ്യം നേടിയിട്ടുള്ള മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശബരന്റെ ശബരവട്ടം എന്നുള്ളതാണ് ചമ്രവട്ടമായി മാറിയത് എന്ന് ശ്രീരാധാകൃഷ്ണൻ ഓർക്കുകയാണ്. ഡോക്ടർ P. പ്രഭാകരൻ സ്വാഗതവും P. ദാമോദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.